മുനമ്പം നിവാസികൾക്ക് ആഘോഷമില്ലാത്ത രണ്ടാമത്തെ ക്രിസ്മസ് കാലമാണ് കടന്നുപോകുന്നത്. പുണ്യമായ ഈ തിരുപ്പിറവി ദിനത്തിലും കിടപ്പാടത്തിനായി അവർ സമരത്തിലാണ്. വഖഫ് അധിനിവേശമാണ് മുനമ്പം ജനതയുടെ സന്തോഷങ്ങളെല്ലാം തല്ലിക്കെടുത്തിയത്. പിരിഞ്ഞുപോയവർ ഉപേക്ഷിച്ച ഇടത്തു നിന്ന് രണ്ടാമത് കെട്ടിയുയർത്തിയതാണ് ഈ സമരപ്പന്തൽ. പിന്നിൽ അലയടിക്കുന്നുണ്ട് മുനമ്പത്തെ കടൽ. മനമുള്ളിൽ നിലയ്ക്കാത്ത ആശങ്കത്തിര. വഖഫ് സുനാമിയുടെ ഭീകരത്തിരയിൽ വാർന്നുപോയതാണ് ഈ ജനതയുടെ ക്രിസ്മസ് നിറങ്ങൾ. ആഘോഷങ്ങളും ആരവങ്ങളുമില്ലാതെ ഇത് രണ്ടാം ക്രിസ്മസ് കാലം. ഇന്ന് ഒരുപാട് വിഷമത്തിലാണ്. ഇന്ന് നമ്മുടെ ക്രിസ്മസ് ദിനമായിട്ട് ഇവിടുത്തെ 610 കുടുംബങ്ങൾ ഇന്നിവിടെ പട്ടിണി കിടക്കുകയാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് കാണാഞ്ഞിട്ടല്ല, പക്ഷെ കണ്ണടച്ചിരിക്കുകയാണ്. ഇത് സംഘടിത വോട്ട് ഇതിലൊരു ബാങ്കും കൂടി ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. ഇന്ന് ഈ സമരം ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഈ വഖഫിൻ്റെ ഭൂമി നമ്മുടെ ഈ മുനമ്പത്ത് മാത്രമല്ല, 28 ലക്ഷം ഏക്കർ ഭൂമിയാണെന്ന് വഖഫിന്റെ കയ്യിലിരിക്കണമെന്നാണ് പറയണത്. ഈ കരിനിയമത്തിനെ നമ്മൾ മാറ്റി എഴുതപ്പെടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സമരമുണർന്നപ്പോൾ വഖഫ് അധിനിവേശം തൽക്കാലം പത്തി താഴ്ത്തിയെങ്കിലും ഏതു നിമിഷവും വിഷം തീണ്ടാമെന്ന ജാഗ്രതയിൽ സമരം ഉപേക്ഷിക്കാൻ തയ്യാറല്ല മുനമ്പത്തെ ഇരകൾ. ഇലക്ഷൻ ഗിമ്മുക്കുകളിൽ മനമാടിയില്ല. ജനിച്ചു വളർന്ന മണ്ണിന്റെ സമ്പൂർണ്ണ റവന്യൂ അവകാശം അപ്പോഴേ ആദിയൊഴിയൂ. ആകെ ഉണ്ടായിരുന്നത് സർക്കാർ പറഞ്ഞ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന് പറഞ്ഞാണെന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് സമരം നേരത്തെ ഉണ്ടായിരുന്ന ഭൂസംരക്ഷണ സമിതി നിർത്തി എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു ചോദ്യമാണ്. അതിനുള്ളൊരു ഉത്തരമാണ് സമരത്തിൻ്റെ തുടർച്ച. ആകെ കിട്ടി എന്ന് അന്ന് പറഞ്ഞിരുന്നത് കരമടക്കാനുള്ള അവകാശം മാത്രമാണ്. പലവിധ കെട്ടുകഥകളിലൂടെ ഈ ജനത്തെ പറ്റിക്കാൻ നോക്കിയിരുന്നു. ഇപ്പോൾ ആ കരമടക്കാനുള്ള അത് മാത്രമുണ്ടെന്ന് കോടതി വീണ്ടും ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഇന്നും നിരാഹാരത്തിലാണ് ഈ ജനത. ആഘോഷങ്ങളുടെ ഓർമ്മയ്ക്ക് ഒരു ക്രിസ്മസ് തൊപ്പി ധരിച്ചിട്ടുണ്ടെന്ന് മാത്രം. ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷിക്കാത്ത ക്രിസ്മസ് ഇക്കാലം അത്രയും ഉണ്ടായിട്ടില്ല ഇവർക്ക്. പക്ഷേ പ്രീണന രാഷ്ട്രീയം മുനമ്പത്തുകാരെ ഈ ഗതികേടിലും എത്തിച്ചു. എത്ര ദാരിദ്ര്യമാണെങ്കിലും സന്തോഷത്തോടുകൂടി കുടുംബമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു വന്ന ഞങ്ങളുടെ തലമുറകളും മാതാപിതാക്കളും എല്ലാ കൂടപ്പിറപ്പുകളും ഒരുമിച്ച് സന്തോഷിച്ചിരുന്ന ഒരു ക്രിസ്മസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് ഞങ്ങളുടെ കിടപ്പാടത്തിന് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടിയിട്ടില്ല. ഇന്നും ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഞങ്ങൾക്ക് തരാവുന്നതേ ഉള്ളൂ, അത് തന്നില്ല. ഹൈക്കോടതി വിധി പോലും ഞങ്ങൾക്ക് ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഈ ബുദ്ധിമുട്ടില്ല. സമരസപ്പെടാതെ സമരം തുടരും, സ്വന്തം മണ്ണിൻ്റെ ഉടയോനാകും വരെ. ദൈവപുത്രന്റെ തിരുപ്പിറവി ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടേണ്ട ഈ ദിനത്തിൽ, കുടുംബാംഗങ്ങളൊത്ത് ആർത്തുല്ലസിക്കേണ്ട ഈ ദിനത്തിൽ പട്ടിണി കിടന്ന് അതിജീവനത്തിന്റെ രാഷ്ട്രീയം പറയേണ്ടി വരുന്നത് കുറച്ച് കഷ്ടമാണ്. മുനമ്പത്ത് നിന്ന് ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.